കുട്ടികളെ നന്നാവാൻ 5 കാര്യങ്ങൾ. ഈ 5ഉം ക്ലിയർ ആയിക്കണോന്ന് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഏതാ ക്ലിയർ കുറവിച്ചാൽ അത് ക്ലിയർ ആക്കിയാൽ മതി. സംഗതി കുട്ടികൾ ഉഷാറാവും. ആകെ 5 കാര്യം. തോനെ പറഞ്ഞാൽ നിങ്ങൾ ഇടങ്ങാറാക്കണമെന്നില്ല. ഈ 5എണ്ണം ക്ലിയർ ഉണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. ഇല്ലേ ക്ലിയർ ആക്കുക. 1, ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കുക. 2, ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരെന്നെയാണോ അയക്കണത് നോക്കുക. ഇല്ലെങ്കിൽ എന്താ കാട്ടിഞ്ഞിപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റേ പിന്നെ ജനന സർട്ടിഫിക്കറ്റിലും അതായി, സ്കൂളിലും അതായി, SLC ബുക്കിലും ആയി. ഇനി എന്താക്കുക? ഇനി നല്ലൊരു പേര് സങ്കല്പിക്കുകയെങ്കിലും ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെങ്കിലും ചെയ്യാം. നല്ലൊരു പേര് നമ്മൾ സങ്കല്പിക്കുകയെങ്കിലും ചെയ്യാം. അവനാന് പേര് അവനാനെ തന്നെ ഇടാൻ പറ്റും. അവനാന് നല്ലൊരു പേര് അവനാനെ സ്വന്തമായിട്ട് തന്നെ ഇടാൻ പറ്റും. നല്ല പേര്, ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേര്. 3-മത്തേത് ഹലാലും തൊയ്യിബുമായ ഭക്ഷണം അവനാൻ കഴിക്കുക, ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുക. നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാനാണല്ലോ. നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ മക്കൾക്ക്. നമുക്ക് സ്വന്തമായിട്ട് തോന്നാൻ മുതലൊന്നും ആവശ്യമില്ല. നമുക്ക് തിന്നീരാന്ന് എഴുതിയിട്ട് ഒന്നിട്ട് സംഭവിക്കൂല. നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനാണ്. അത് അറബിനെ എത്തിങ്ങാനെ ചേർത്തതാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അറബിനെ എത്തിങ്ങാനെ ചേർക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. അതായത് മേശന്റെ അടിയിൽ കൂടെ വലിച്ചതാണ്. ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്നതിനനുസരിച്ച് അവിടെ അറബി ഇങ്ങനെ എത്തിങ്ങാനേലായി. ഇവിടെ ഇങ്ങനെ മൂപ്പരിങ്ങനെ പെരാറ്റുന്നതിനനുസരിച്ച് അറബി അവിടെ എത്തിങ്ങാനേല. അങ്ങനെ ആയതാണ്. എങ്ങനെ കുട്ടികൾ നേരാവുക? അത് തിന്നാലും നേരാവില്ല, അത് ഭാര്യ കൊടുത്താലും നേരാവില്ല, അത് ഭർത്താവ് തിന്നാലും നേരാവില്ല, അത് ഉമ്മ കൊടുത്താലും പറ്റൂല, അത് മക്ക കൊടുത്താലും നേരാവില്ല. ആദ്യം കുട്ടികൾ നേരാവണമെങ്കിൽ ഈ പൈസയൊക്കെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിട്ട് അറബിനെ എത്തിങ്ങാനെന്ന് വെട്ടണം. സത്യം, നിങ്ങളൊന്നും വിചാരിച്ചിട്ടും കാര്യമില്ല. ഇങ്ങനെ തന്നെയാണ് സംഗതി. ഇങ്ങനെ തന്നെയാണ് നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവസാനം ആ മക്കൾ ഉപകാരമില്ലാതെ പോയാൽ എന്ത് ഗുണമുള്ളത്? മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ ഹലാലും തൊയ്യിബുമായ ഭക്ഷണം സ്വന്തമായി കഴിക്കുകയും ഭാര്യ സന്താനങ്ങൾക്ക് അത് കഴിക്കാൻ കൊടുക്കുകയും വേണം. ഹലാലാവണം, തൊയ്യിബായിരിക്കണം. 3-മത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. ജീവിക്കാൻ ആവശ്യമായ വിവരം പഠിപ്പിക്കണം കുട്ടികളെ. വിവരത്തിലെ ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ്. ഒരാൾക്ക് കുറേ വിവരമുണ്ട്, ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. വിവരങ്ങളിലെ ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ്. അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം. 5-മത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. ഉമ്മാന്റെയും വാപ്പാന്റെയും ദുആന്റെ അത്ര കുട്ടികൾക്ക് ഉപകാരമുള്ള വേറെ ദുആ ഉണ്ടാവില്ല. നമുക്ക് ദ്വാരക്കാൻ തീരെ നേരം കിട്ടൂല. ദ്വാരക്കാൻ എന്തെങ്കിലും കൊടുക്കാം. കുട്ടികൾ സാലിഹാവാൻ വേണ്ടി തോരുന്നോളി. ഒരു 2250 റുപ്യ എനിക്ക് വരാൻ നേരം ഉണ്ടാവില്ല കേട്ടോ. 2250 തന്നില്ലെങ്കിലും വേണ്ടില്ല, വരാൻ നേരം ഉണ്ടാവണം. അതാ വേണ്ടത്. മക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ നമുക്ക് തീരെ നേരമില്ല. നമ്മൾ എന്താ വെച്ചാ കൊടുക്ക. വേറെ ആരെങ്കിലും ദ്വാരന്ന് കിട്ടിയാൽ നമുക്ക് ഹൈറായി, നമുക്ക് നേരമില്ല. ഇതാണ് സംഗതി. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. എന്റെ ഈ ശബ്ദം സഹോദരിമാര് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉമ്മമാര് മനസ്സറിഞ്ഞ് തോർന്ന ആൾക്കാരാണ്. ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ ആളുകൾ മുഴുവൻ, ചരിത്രത്തിൽ ശ്രദ്ധേയരായ മുഴുവൻ ആൾക്കാരും പരിശോധിച്ചാല് ഇമ്മാര് മനസ്സറിഞ്ഞു തോരുന്നവരാണ്. ഓക്കെ, മുഹ്യിദ്ദീൻ ഷേഖ്, ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് ഉമ്മാന്റെ ദുആ. മാനവർകളുടെ പിതാവ് അബൂ സാലിഹ് നേരത്തെ മരണപ്പെട്ടു. ഉമ്മയാണ് നോക്കിയത്, ഉമ്മയാണ് തോരുന്നത്. ഉമ്മാന്റെ ഉപദേശങ്ങളാണ് മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായത്. സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ദുആയാണ്. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു, ഉമ്മാന്റെ ദുആയാണ് ശാഫി ഇമാമിന്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണ് കാണാത്തയാളായിരുന്നുവെന്നും മഹാനവർകളുടെ ഉമ്മ ദുആ ചെയ്ത് 4000 അല്ലെങ്കിൽ 40,000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമ നേടി ബഹുമാനപ്പെട്ട ഇമാമുനാ ബുഖാരി റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ദുആ. ജന്മനാ കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളാണ് ഉമ്മ. ഉമ്മാന്റെ ദുആയാണ്.